ഹലോ, നമുക്കിന്ന് ഓറിയോ വെച്ചിട്ടൊരു സ്വിസ് റോൾ ഉണ്ടാക്കിയെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ചെറിയ 2 പാക്കറ്റ് ഓറിയോ എടുത്തിട്ടുണ്ട്. ഇനി ക്രീമും ബിസ്ക്കറ്റും വേറെ വേറെ ആക്കി എടുക്കാം. ഇനി ഈ ബിസ്ക്കറ്റ് മാത്രം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ക്രീമിലേക്ക് ഈ ചെറിയ സ്പൂണിൽ 2 സ്പൂൺ പാലയച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പാലയച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്കിവിടെ 5 സ്പൂൺ പാലേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ വേറെ നെയ്യൊന്നും ചേർക്കണമെന്ന് തോന്നുന്നില്ല, കാരണം ഇതിൽ തന്നെ നല്ല നെയ്യുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി കവർ മാറ്റിയിട്ട് പതിയെ ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ കിട്ടുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തെടുക്കണം. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ 5-10 മിനിറ്റായിട്ടേ വെച്ചിട്ടുള്ളൂ. പിന്നെ അധികം തണുക്കാത്തതുകൊണ്ടെന്ന് തോന്നുന്നു ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടില്ല. കാരണം എന്താ, ഞാനിത് സെറ്റ് ആവാണ്ടല്ലേ എടുത്തത്. പിന്നെ ഇത് ഞാൻ വിചാരിച്ച പോലെയല്ല, കാണാനൊരു രസമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചൊരു ടേസ്റ്റ് ഇതിന് ഉണ്ടായിട്ടില്ല. കാണുന്ന പോലെ തന്നെ ആയിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവാതെ വിചാരിച്ചിട്ട് സെറ്റാക്കിയിട്ടും കൂടി കഴിച്ചു നോക്കി. പക്ഷേ അതും ഒത്തില്ല. അപ്പം ശരി, എന്നാൽ ബായ്.